അയണിന്റെ മെറ്റലർജിയെ പറ്റിയാണ് പറയാൻ തുടങ്ങിയത് അല്ലേ. നമുക്ക് 4-5 മെറ്റൽസിന്റെ മെറ്റലർജി പഠിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടത് അയൺ തന്നെയാണ്, സംശയമില്ല. നമുക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ഇൻഡസ്ട്രിയലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെറ്റൽ ഈസ് അയൺ, യു നോ, ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഇറ്റ്സ് ഡിഫറെന്റ് ഓർസ്. ഓർസിന്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സീഡറൈറ്റ്, അയൺ പൈറൈറ്റീസ് അല്ലേ. ഇതൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ അയണിന്റെ എന്താണ്? ഹെമറ്റൈറ്റ് തന്നെയാണ്. ഹെമറ്റൈറ്റ് Hematite is a Fe2O3 mainly, and it is the most abundant ore of iron. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഹെമറ്റൈറ്റ് ആയിട്ട് തന്നെയാണ്. And it is very important because it is having very large percentage of iron. Sometimes as high as 70% of iron is obtained from hematite. കാരണം ഇതിന്റെ മോളിക്കുലർ മാസിൽ ഭൂരിപക്ഷവും അയണാണ്. ശ്രദ്ധിക്കുക, Fe2O3 എന്ന് പറഞ്ഞാൽ അയണിന്റെ മാസ് എത്രയാണ്? അയണിന്റെ അറ്റോമിക് മാസ് നോക്കിയാൽ 55 വരും. ഇപ്പോൾ 110 ആകെ 48 വരും. അപ്പൊ ചിലപ്പോൾ വളരെ പ്യൂർ ഫോമിലും കിട്ടും, കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതിൽ ഏകദേശം ചില സ്ഥലത്ത് കിട്ടുന്നതിൽ 70% വരെ അയൺ ഉണ്ടാവാം. ആൻഡ് നമ്മുടെ ഉദ്ദേശം ഇത് ഹെമറ്റൈറ്റിൽ നിന്ന് എങ്ങനെയാണ് അയൺ ഐസൊലേറ്റ് ചെയ്യുക, ഫ്രം ദി വെരി ബിഗിനിങ്, ഫ്രം ദി മൈനിങ് അപ് ടു ഒബ്റ്റൈനിങ് വെരി പ്യൂർ അയൺ. അതുവരെയുള്ള 3-4 സ്റ്റെപ്പേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പൊ ആദ്യം എന്താണ്? ഏത് മെറ്റലർജി ആയാലും ആദ്യത്തെ സ്റ്റെപ്പ് മൈനിങ് ആണ്. അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു ഹെമറ്റൈറ്റ്. പിന്നെന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദ ഓർ ബെനിഫിസിയേഷൻ ഓർ ഫീഡ്. സ്വാഭാവികമായിട്ടും കുഴിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെ. അതിന്റെ ഫാക്ടറി മിക്കവാറും കുഴിച്ചെടുക്കേണ്ട അടുത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ കുറച്ച് അകലെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ എത്തിച്ച് അതിനെ നന്നായിട്ട് എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യാം. ഓറിനകത്ത് തന്നെ അത് നമ്മൾ ആദ്യം പഠിച്ച ഓർ പ്യൂരിഫിക്കേഷൻ, ഓർ ബെനിഫിസിയേഷൻ, ഓർ ഡ്രസ്സിംഗ് എന്നൊക്കെ പേര് പഠിച്ച ഓർമ്മ ഉണ്ടാവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഹെമറ്റൈറ്റിനെ പ്യൂരിഫൈ ചെയ്തു. ഹെമറ്റൈറ്റ് ഒരു ഹെവി ഓറാണ്, ഹൈഡ്രോളിക് വാഷിങ്ങിനെ കൂടെ പ്യൂരിഫൈ ചെയ്യാം. ഇനിയിപ്പോ സൾഫൈഡ് ഓർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൾഫൈഡ് ഓർ വരെ അയൺ പൈറൈറ്റീസ് സൾഫൈഡ് ഓറാണ്. എന്ത് ചെയ്യാം? ദാറ്റ് ക്യാൻ പ്യൂരിഫൈഡ് ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അത് മാഗ്നറ്റൈറ്റ് ആണ്, Fe3O മാഗ്നറ്റിക് ആണ്. ദാറ്റ് ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓരോ നേച്ചർ അനുസരിച്ച് ഹെമറ്റൈറ്റ് എന്താണ്? ഹൈഡ്രോളിക് വാഷിങ്ങിൽ കൂടി അത് പ്യൂരിഫൈ ചെയ്തു. ഹാൻഡ് പിക്കിംഗ് ആണ്. കാര്യം തന്നെ വലിയ പാറക്കഷ്ണങ്ങളുടെ അറിയാം, വലിയ വലിയ പീസൊക്കെ എടുത്തു കളഞ്ഞ് അതിനെ കുറച്ച് ചെറുതായിട്ടൊന്ന് പ്യൂരിഫൈ, അതിനുശേഷം നന്നായിട്ട് പൗഡർ ചെയ്ത് ഹൈഡ്രോളിക് വാഷിംഗ് നടത്തി കഴിഞ്ഞാൽ കെൻ ഗെറ്റ് വെരി പ്യുവർ ഓർ സംവാട്ട് പ്യുവർ ഹെമറ്റൈറ്റ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ്. അപ്പൊ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആദ്യത്തേത് മൈനിങ്, ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ ഓർ ഡ്രസ്സിംഗ്, അതും കഴിഞ്ഞ്. മൂന്നാമത്തത് എന്താണ്? The purified ore is roasted. It is roasted in a reverberatory furnace. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുക റോസ്റ്റിംഗിൽ? റോസ്റ്റിംഗ് മീൻസ് ഹീറ്റിംഗ് the ore in the below to temperature below its melting point. Yes. along with a sufficient quantity of air passing through it. എയറിന് നല്ല എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? റോസ്റ്റിംഗ് എന്ന് പറയും. റോസ്റ്റിംഗിൽ പ്രധാനമായി സംഭവിക്കുന്നത് ഇനി മോയ്സ്ചർ, ചിലപ്പോൾ Fe2O3 H2 വാട്ടർ ഒക്കെ അതിൻ്റെ ഉണ്ടാവും. ആ വാട്ടറൊക്കെ മോയ്സ്ചർ ഒക്കെ പോയി കിട്ടും. മനസ്സിലായില്ലേ? വാഷിംഗിൽ വെള്ളം ഉണ്ടാവും, അതൊക്കെ പോയി ആ ഡ്രൈ ആവും റോസ്റ്റിംഗ്. പിന്നെ കാർബണേറ്റ് ഓറൊക്കെ നമുക്കറിയാം. കാർബണേറ്റ് ഓറൊക്കെ അങ്ങനെ എന്താ മാറും? ഓക്സൈഡ് ഓറായി മാറും. ഈ പറഞ്ഞ ഹെമറ്റൈറ്റിൽ തന്നെ കുറച്ച് കാർബണേറ്റ് സിഡറൈറ്റ് ഉണ്ടെങ്കിൽ എന്തായി മാറും? അത് ഓക്സൈഡ് ആയി മാറും. ശ്രദ്ധിക്കാം. പിന്നെ സൾഫൈഡ് ഓർ വല്ലതും ഉണ്ടെങ്കിൽ അതും എന്തായി മാറും? ഓക്സൈഡ് ആയി മാറും. ഇപ്പൊ തിരികെ പറഞ്ഞ ഓക്സൈഡ് ആയാലും കാർബണേറ്റ് ആയാലും സൾഫൈഡ് ആയാലും ഒക്കെ റോസ്റ്റിംഗ് കഴിയുമ്പോഴേക്ക് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഓൾമോസ്റ്റ് ഇൻടു ഓക്സൈഡ് രൂപത്തിലെത്തും. അതാണ് ഈ റോസ്റ്റിംഗിന്റെ ഓണം. മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും. മോയ്സ്ചർ ഒഴിവാണ്ട് വളരെ അത്യാവശ്യമാണ്. അടുത്ത അത് വളരെ ഹീറ്റ് ചെയ്യേണ്ടതാണ്, വേറെ ആവശ്യമില്ല. റിഡക്ഷൻ ഒക്കെ മോയ്സ്ചർ ഉണ്ടായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡ്രൈ ആയി, അതിൽ കാർബണേറ്റ് ഉണ്ടെങ്കിൽ ഓക്സൈഡ് ആയി, സൾഫൈഡ് വല്ലുണ്ടെങ്കിൽ ഓക്സൈഡ് ആയി. ഓക്സൈഡ് ഒന്നും സംഭവിക്കില്ല റോസ്റ്റിംഗിൽ, ഓക്സൈഡ് ആയിട്ട് തന്നെ നിൽക്കും. അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ദാറ്റ് ഈസ് reduction. The reduction of purified and roasted hematite is carried out in a blast furnace. You have heard of blast furnace? നേരത്തെ കേട്ടിട്ടുണ്ട് blast furnace.
ഇതൊക്കെ മാറ്റിക്കളയാം. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാല് അതൊരു ഭീമാകരമായ സ്ട്രക്ചറാണ്. എ ലാർജ് ഫർണസ് as high as sometimes usually it will be about 100 feet in height. 100 അടി ഉയരവും ഏകദേശം ഒരു 25-30 അതിനേക്കാൾ കൂടുതലുണ്ട് ഇപ്പോൾ ഫർണസിലൊക്കെ. സാധാരണഗതിയിൽ 25-30 അടി ഡയമീറ്റർ ഉള്ള വലിയതാണ്, വളരെ വലിയത്. വെരി ഹ്യൂജ് കൺസ്ട്രക്ഷൻ മെയ്ഡ് ഓഫ് എ സ്റ്റീൽ ഷീറ്റ്. സ്റ്റീലിന്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഷേപ്പുകൾ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏകദേശം ഇങ്ങനത്തെ ഷേപ്പുള്ള ഒരു സാധനമായിരിക്കും. ഇതിവിടെയൊക്കെ ചില അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാവും, ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെ കൂടി നമ്മൾ ഓരിടുന്നു, ഇതിനെ കൂടി എയർ പാസ് ചെയ്യുന്നു. ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ. ഇവിടെ നമ്മളെ ഓരോ ഇതിലേക്ക് ഇടാനുള്ള, അതായത് ഒരെണ്ണം ഈ ഫർണസിലേക്ക് ഇടാനുള്ള സംവിധാനം വളരെ വലിയൊരു സംവിധാനമാണ്. ടൺ കണക്കിന് ഒരേ സമയത്ത് ടൺ കണക്കിന് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, കുറച്ചൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇവിടെ ഉണ്ടാവും ഇവിടെ 1-2 ഇതൊക്കെ പ്രത്യേകം മനസ്സിലാവും. ഹോൾസിന്റെ ഏകദേശം എന്താണ് ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ രീതി. നമ്മുടെ മനസ്സിൽ കാണുന്ന ചെറിയ രൂപയല്ല, വലിയ. നമ്മൾ 100 അടി എന്ന് പറഞ്ഞാല് നമ്മുടെ കോളേജിനേക്കാളും ഒരു 4 ഇരട്ടി ഹൈറ്റ് ഉണ്ടാവും. അത്രയും ഹൈറ്റ്, അത്രയും 25 അടിയോളം ഡയമീറ്ററുള്ള ഒരു വലിയ സംവിധാനമാണ് ബ്ലാസ്റ്റ് ഫർണസ്. സാധാരണ ഇതിൽ ഉരുക്കിന്റെ ഷീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കും. ആൻഡ് ലൈൻഡ് ഇൻസൈഡ് വിത്ത് ഫയർ ക്ലേ. ഇഷ്ടിക കൊണ്ട്, അതായത് ചൂടാക്കേണ്ടതാണ്. ഇതിൻ്റെ ഉള്ളില് ഒരു ലൈനിങ് ഉണ്ടാവും. ഫയർ ക്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടികയാണ്, ഇതാ അതിന്റെ ലൈനിങ് ഉണ്ടാവും. ഇതില് ടെമ്പറേച്ചർ വളരെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റീൽ പൈപ്പ് എന്ന് വെച്ചാൽ ശരിയാവില്ല, ചിലപ്പോൾ ഉരുകി പോയിരിക്കും. അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും ഫയർ ക്ലേ ലൈനിങ് ഉണ്ടാവും. ഇതാ ഏകദേശം ഈ സംവിധാനമാണ് ഒരു ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞത്. ഇതിന്റെ മേലെ കൂടിയാണ് നമ്മൾ ഇപ്പൊ എന്താ ഉള്ളത്, നമ്മൾ ഓരോടുത്ത് പ്യൂരിഫൈ ചെയ്തു, നല്ല പൗഡേർഡ് ഫോമില് അത് റോസ്റ്റ് ചെയ്തു. അതിൽ മിക്കവാറും ഇപ്പൊ അയൺ ഓക്സൈഡ് ഉണ്ടാവുക. ആ ഓക്സൈഡും മിക്സ്ഡ് വിത്ത് ദ റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? കോക്കാണ്. കോക്ക് ആൻഡ് ഓഫ് കോഴ്സ് മിക്സ്ഡ് വിത്ത് സിലിക്ക. സിലിക്കയുടെ ആവശ്യം നമുക്കറിയാം, ദാറ്റ് ഈസ് ആസ് ദി ഫ്ലക്സ്. സിലിക്ക അല്ല, സോറി തെറ്റിപ്പോയി, പറയാം. സിലിക്ക എന്ന് പറയാനേ പാടില്ല. കോക്ക് ആൻഡ് ലൈം. ലൈമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഫ്ലക്സ്. ശ്രദ്ധിക്കുക, ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ അയൺ റിഡക്ഷൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കോക്കാണ്, ലൈമാണ്. അപ്പൊ നമ്മുടെ പ്യൂരിഫൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത ഓറും അതിനോടുകൂടി വേണ്ട പ്രപ്പോർഷനിൽ കോക്കും ലൈമും അതൊക്കെ കണക്കൂട്ടിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇത്ര ഓരോ ഓറിന്റെ നേച്ചർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ല? അത് അനലൈസ് ഇത്രത്തോളം ഓക്സൈഡ് ഉണ്ട്, ഇത്രത്തോളം അയൺ ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് ഇത്രത്തോളം ഇമ്മ്യൂണിറ്റി എന്നൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് കണക്കായ ലൈമും കോക്കും, ഇത് മൂന്നും കൂടിയാണ് ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നത്. ഇതാണ് ആ ഫർണസിന്റെ ഫീഡ് എന്ന ഫർണസിന്റെ ഭക്ഷണം. ഫർണസിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനം എന്താണ്? ഇത് മൂന്നും കൂടി ചേർന്നാണ് ബ്ലാസ്റ്റ് ഫർണസ്. ഈസ് ഫെഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബ്ലാസ്റ്റ് ഫർണസ്. വളരെ മേലെ നിന്നാണ് നമ്മൾ ഫാക്ടറികളൊക്കെ കണ്ടിരുന്ന ഫാക്ടറി വളരെ മേലെ കൂടി കൺവെയർ ഫാക്ടറിയിൽ കൂടി മൂവ് ചെയ്ത് ഇത്രയും ഹൈറ്റിൽ പോയി അവിടെ നിന്നാണ് ഇതിലേക്ക് വീഴുന്നത്. എന്ത്? ദ ഫീഡ് ഓഫ് ദി ഫർണസ്, ദാറ്റ് ഈസ് ദ റോസ്റ്റഡ് ഓർ കോക്ക് ആൻഡ് ലൈം. അത് വേണ്ട പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് വേണ്ട റേറ്റിൽ നേരെ താഴേക്ക് വീഴാണ്. നല്ല പൗഡേർഡ് ഫോമിൽ, കോക്ക് പൗഡേർഡ് ഫോമിലാണ്, ലൈം പൗഡേർഡ് ഫോമിലാണ്, ഓറും പൗഡേർഡ് ഫോമിലാണ്. നല്ല പൊടിയായിട്ട് മേലെ ഇങ്ങനെ താഴേക്ക് വീഴാണ്, വളരെ ഹൈറ്റിൽ നിന്ന്. ആൻഡ് എ ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ഈസ് പാസ്ഡ് ഫ്രം ദി ബോട്ടം. ഈ ട്യൂബ്സിന് പറയുന്ന പേര് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് TUYERS. TUYERS എന്ന് പറഞ്ഞാല് അടിയിൽ കൂടി എയർ പാസ് ചെയ്യുന്ന ഈ പറഞ്ഞ പൈപ്പിന് പറയുന്ന പേരാണ്. വളരെ ഹോട്ടായ എയർ, നല്ല പ്രഷറിൽ ഹോട്ട് എയർ ഈസ് പാസ്ഡ് ഫ്രം ദി ടോപ്പ് alongside as the feed is falling from the top in the feed വീഴും, മേലെ എയർ പാസ് ചെയ്യണം. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്, ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോഴേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
ഈ ഫർണസിൽ ഒരുപാട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൽ ഒന്നാമത്തെ കാര്യം, ദ ടെമ്പറേച്ചർ ഓഫ് ദി ബ്ലാസ്റ്റ് ഫർണസ് വിൽ ബി മാക്സിമം അറ്റ് ദി ബോട്ടം. എന്താ കാരണം, ഇവിടെ നിന്നാണ് ഹോട്ട് എയർ പാസ് ഏറ്റവും ഇങ്ങോട്ടും തണുത്ത് വരും. മനസ്സിലായില്ലേ? ഇവിടെ താഴെ ഏകദേശം അതിന്റെ ടെമ്പറേച്ചർ ഒരു 1500-2000 ഡിഗ്രി. ഇവിടെ ഏരിയ കൃത്യം ടെമ്പറേച്ചർ ഒന്നുമില്ല, റഫ്ലി 1500, വെരി ഹൈ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ആണ് ഏറ്റവും താഴെ ഉണ്ടാവുക. ഇവിടെ താഴെ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ അയൺ, മോൾട്ടൺ അയൺ, സീ ദാറ്റ് യെസ് molten iron floats here. molten iron എവിടെ ഉണ്ടാവുക? അതിന്റെ മേലെ നമ്മള് എന്താ ഉണ്ടാവുക നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, സ്ലാഗ് ഉണ്ടാവും. നമ്മുടെ ഫ്ലക്സും ഗാങ്ങും കൂടി ചേർന്നിട്ടാണ് സ്ലാഗ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ലാഗ് യൂഷ്വലി ലൈറ്റർ ആൻഡ് ഇറ്റ് ഓൾവേസ് ഫ്ലോട്ട് അബവ് ദി മോൾട്ടൺ മെറ്റൽ. ഇത് അയൺ ആണ്, ഇത് സ്ലാഗ് ആണ്. മനസ്സിലായില്ലേ? മോൾട്ടൺ അയൺ ഏറ്റവും അടിയിലെത്തുമ്പോഴേക്ക്, റിയാക്ഷൻ ഒക്കെ നടന്ന അടിയിലെത്തുമ്പോഴേക്ക് അയൺ ആയിട്ടുണ്ടാവും. അയണ് മേലെ നടക്കുമ്പോൾ മേലോട്ട് പോകുമ്പോൾ കാണാം അയൺ എന്താവും ഈ ടെമ്പറേച്ചറിൽ, ദാറ്റ് ഈസ് ഇൻ ദി മോൾട്ടൺ സ്റ്റേറ്റ്. 1536 ഡിഗ്രി ഒക്കെയാണ് ഏകദേശം അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ്. 36 ആയപ്പോ എന്താണ് ഇത് മോൾട്ടൺ. ഇത് പ്രത്യേകം മനസ്സിലാവും, മെൽറ്റിംഗ് പോയിന്റ് അത്രയൊന്നും ഉണ്ടാവില്ലേ. ശരിയാ, പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1536 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഇവിടെ കിട്ടുന്നത് പ്യുവർ അയൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് 1100-1200 ഒക്കെ ഉണ്ടാവും, വെരിയിലോ. അതെന്താണെന്ന് കുറച്ച് മനസ്സിലാവും. നമുക്ക് തൽക്കാലം മനസ്സിലാക്കുക, ഈ ഫർണസിൽ എല്ലാ റിയാക്ഷൻ നടന്നേ താഴെ എത്തുമ്പോഴേക്ക് എന്തായിട്ടുണ്ടാവും, അയൺ ആയിട്ടുണ്ടാവും. അയൺ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും, ലിക്വിഡ് പോലെ ആയിരിക്കും. അതിന്റെ മേലെ എന്തുണ്ടാവും, അതിന്റെ മേലെ സ്ലാഗും, അതും മോൾട്ടൺ സ്റ്റേറ്റ് തന്നെ, സ്ലാഗ് ലൈറ്റർ ആയതുകൊണ്ട്. അപ്പൊ ഈ സ്ലാഗിനെ എടുക്കാൻ പറ്റിയ ഒരു ഹോൾ ഉണ്ടാവും, ടാപ്പ് ഹോൾ എന്ന് പറയുക. അല്ലെങ്കിൽ സ്ലാഗിനെ പുറത്തേക്ക് എടുക്കും, അയൺ എടുക്കാൻ പറ്റിയ വേറൊരു ഹോൾ ഉണ്ടാവും. ഒരു പൈപ്പായിരിക്കും. ഹോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണാൻ ചെറിയ ദ്വാരമൊന്നുമില്ല, വലിയ പൈപ്പുകളായിരിക്കും. കാരണം എന്താണ്, ഇതില് ഫീഡ് ചെയ്യുന്നത് ടൺ കണക്കിന് സാധനങ്ങളാണ് ഒരേ സമയത്ത്. ഇനി എന്തൊക്കെ അവിടെ നടക്കുന്നത് നമുക്കറിയാൻ എഴുതി വെച്ചിട്ട് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാം, നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് കാർബൺ, നമ്മൾ ആഡ് ചെയ്ത കോക്കാണെങ്കിലും ആക്ച്വൽ റെഡ്യൂസിങ് ഏജന്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. നമ്മൾ നേരത്തെ കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ എന്താ കിട്ടുക, ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ എന്താവും, അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ആദ്യം മാറും. And carbon dioxide when rises up means carbon dioxide മേലോട്ട്, കാരണം എന്താണ്, ഇവിടെ അടി നേരെ ഇങ്ങനെ പാസ് എല്ലാ ഗ്യാസസ് മേലോട്ടാണ് പോകുന്നത്. താഴോട്ട് അരി വരുന്നുണ്ടാവും, കാർബൺ വരുന്നുണ്ടാവും. ഈ കാർബൺ ഡയോക്സൈഡും കാർബണും ചേർന്നിട്ട് ഏകദേശം ഈ നടുക്ക് വെച്ചിട്ട് എന്തായി മാറും, കാർബൺ മോണോക്സൈഡ് ആവും. നിങ്ങൾ കാണാം, കാർബൺ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. താഴെ കാണാം കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ. അത് അറ്റ് ബോട്ടം ഓഫ് ദി ബോട്ടല ഏകദേശം നമുക്കറിയാം, ഏകദേശം ഒരു 5 അടി ഹൈറ്റിൽ, ഈ ഹൈറ്റിലാണ് നമ്മുടെ 2 years വരുന്നത്. അതിന്റെ താഴെയാണ് നമ്മൾ അയൺ മെൽറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ 2 years എയർ പാസ് ചെയ്യുമ്പോൾ അതില് താഴേക്ക് വരുന്ന കാർബൺ റിയാക്ട് ചെയ്തിട്ട് കാർബൺ പ്ലസ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നുണ്ടാവുന്നു. ഇത് ഏകദേശം 5 അടിയിലാണ്, ഇതൊരു 15 അടിയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു 25 അടിയിലാണ്, ഇതൊരു 35 അടിയിലാണ്, ഇതൊരു 45 അടിയിലാണ്, ഇതൊരു 55 അടിയിലാണ്, ഇതൊരു 65. ഏകദേശം ഇതൊക്കെ അടി കണക്കാക്കിയിട്ട് ഏകദേശം വരെ ഞാൻ വ്യത്യാസം പറഞ്ഞേ. അപ്പൊ ഏറ്റവും താഴെ വെച്ച് നടക്കുന്ന ഫസ്റ്റ് ഏറ്റവും ഹോട്ടസ്റ്റ് പോയിന്റ് in the blast furnace is the bottom, and here it is temperature about 1500 and more, and just above that carbon burns forming carbon dioxide. Carbon comes from the top, oxygen is going from the bottom. These two react. ഈ ഹൈ ടെമ്പറേച്ചർ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടെമ്പറേച്ചറിൽ താനെ കാർബൺ കൂടി എത്തുമ്പോഴേക്ക് വൈറ്റ് ഹോട്ടായി മാറി. വൈറ്റ് ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ് ഹോട്ടിനേക്കാൾ ടെമ്പറേച്ചർ കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ ചില ബൾബിന്റെ ഫിലമെന്റ് ഒക്കെ കറണ്ടൊക്കെ വോൾട്ടേജ് ഒക്കെ പറഞ്ഞാൽ ചുവന്നു, അത് റെഡ് ഹോട്ടാണ്. നന്നായിട്ട് ബൾബ് കത്തുമ്പോൾ അതിന്റെ കളർ എന്താണ്, ബൾബ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ സാധാരണ പഴയ കാലത്തെ ബൾബ്. എന്തായാലും അത് വൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിന് വൈറ്റ് വെളിച്ചം വരുന്നത്. വോൾട്ടേജ് കുറഞ്ഞാൽ അത് എന്താവും, റെഡ് ആവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ചെറിയ ബൾബുകളൊക്കെ കത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഫിലമെന്റ് ബൾബ് നടന്ന്. ഇപ്പൊ CFL അല്ല LED ഒന്നല്ല, അതിന് മുമ്പേ ഉപയോഗിച്ചിരുന്ന പഴയ വീടുകളൊക്കെ ചിലപ്പോൾ കാണപ്പെടും. മനസ്സിലായില്ലേ? വൈറ്റ് ഹോട്ട് കാർബൺ is coming and his hot air is going up, and these two will react to form carbon dioxide at the bottom. ഇവിടെ ആ ടെമ്പറേച്ചർ വളരെ കൂടുതൽ ഉണ്ടായിരിക്കും. ഹോട്ട് സോൺ എന്നൊക്കെ പറയും, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറുള്ള സോണാണ്. ഈ കാർബൺ മോണോക്സൈഡ് നോക്കിയാൽ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ പോയിട്ട് ഏകദേശം ഇവിടെ എത്തുമ്പോഴേ, ഈ റേഞ്ചിൽ എത്തുമ്പോഴേക്ക്
എന്താണ് again that means carbon coming from the top. കാർബൺ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്താവും കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിങ് കാർബൺ മോണോക്സൈഡ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. മനസ്സിലാക്കുക, എൻഡോതെർമിക് ആണ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ പെട്ടെന്ന് 500 ആയിപ്പോയി. ഇവിടെ ടെമ്പറേച്ചർ വ്യത്യാസം കുറവാണ്. ഇവിടെ നമ്മളേക്ക് മേലോട്ട് പോകുമ്പോൾ 850 നേരെ 500 ആയിപ്പോയി. ദിസ് സോൺ ഈസ് കോൾഡ് സോൺ ഓഫ് ഹീറ്റ് അബ്സോർപ്ഷൻ. അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് പോകും. കാരണം എന്താണ്, there is an endothermic heat absorbing reaction taking place, that is the reaction between carbon and carbon dioxide forming carbon monoxide, which is the active reducing agent in the blood. അയാളാണ് ശരിക്കും പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് ആക്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന കാർബൺ ആണെങ്കിലും കാർബൺ മോണോക്സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത് എന്തായിട്ട്, റെഡ്യൂസിങ് ഏജന്റ്. അത് പിന്നെ മേലോട്ട് പോകണേ, മേലെ കാണാം, മേലെ വരുന്ന Fe2O3 is reduced into iron. അത് സ്റ്റെപ്പ് ആയിട്ട് മിക്കവാറും നടക്കുക. Fe2O3 is first converted into Fe3O4 to Fe2O3, 3 Fe2O3 plus CO giving Fe3O4 plus carbon dioxide ആഡ് ചെയ്യുന്ന സ്ഥലത്ത് എഴുതിയില്ല. കാർബൺ ഡയോക്സൈഡ് ആണ് നമുക്കറിയാം. കാരണം ഇവിടുന്ന് ഓക്സിജൻ അങ്ങോട്ട് പോവുക. സോ 3 Fe2O3 plus CO giving 2 Fe3O4 plus carbon monoxide. Sir, carbon dioxide, monoxide, carbon dioxide. And just below that, you can see that Fe3O4 again react with carbon monoxide. വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ മേലെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരികയാണ്. FeO ആവും. FeO പിന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും FeO. ഈ മൂന്ന് റിയാക്ഷനും ബൈ പ്രോഡക്റ്റ് ആയിരിക്കും കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഞാനവിടെ എഴുതിയിട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെ അത് തന്നെയാണ്, ഇവിടെ അത് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അത് ഏറ്റവും മേലെ സോൺ ഓഫ് റിഡക്ഷൻ എന്ന് പറയും. അവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്. സോ ദ ആക്ച്വൽ റിഡക്ഷൻ in the blast furnace takes place at the top. അപ്പൊ താഴേക്ക് വരുമ്പോൾ തന്നെ കാണുന്നവരാണ് മേലോട്ട് കയറി വരുന്ന കാർബൺ മോണോക്സൈഡിനാണ്. ഈ കാർബൺ മോണോക്സൈഡ് വളരെ ആക്റ്റീവായ റെഡ്യൂസിങ് ഏജന്റ് ആണ്. and that carbon monoxide will reduce as Fe2O3, that is hematite. നമ്മുടെ പ്യൂരിഫിക്കേഷനും റോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്ന പൗഡേർഡ് ഫോമിലുള്ള ഹീമറ്റൈറ്റിനെ നേരെ എന്താക്കി മാറ്റുന്നത്, അയൺ ആക്കി മാറ്റും. You can see iron here through Fe3O4, FeO and finally Fe. ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഒറ്റയടിക്ക് നമുക്ക് എഴുതി കഴിഞ്ഞാൽ എഴുതാം Fe2O3 plus 3CO നമുക്ക് എഴുതാൻ 2Fe plus 3CO2. ഇതാണ് ഇവിടെ മൊത്തം നടക്കുന്ന റിയാക്ഷൻ. മനസ്സിലാകുന്നുണ്ടോ? Fe2O3 അവസാനം എന്തായി മാറും, അയൺ ആയി മാറും ബൈ റിയാക്ഷൻ ഓഫ് എ കാർബൺ മോണോക്സൈഡ്. ഇനി താഴോട്ട് നടക്കുന്ന നോക്കേ, ഇവിടെ നടക്കുന്നത് എന്താണ്, നമ്മൾ ലൈം എന്താണ്, ലൈം is a reaction flux dissociate react with silica. Silica is the എന്താണ് gang. This is the flux that we have added and this is the gang, that is impurity present. Still impurity നമ്മൾ വാഷിംഗ് കൊണ്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. and it is converted into the slag, that is calcium silicate. Okay, കാൽസ്യം സിലിക്കേറ്റ് ആയി മാറും. that is like അതുകൂടെ നടക്കും. അതിന്റെ തൊട്ട് മേലെ നടക്കുന്നത് കാൽസ്യം കാർബണേറ്റ്, അതാണ് ശരിയായ ലൈം. ഈ ലൈം will decompose into calcium oxide and carbon dioxide. ശ്രദ്ധിക്കുക, നമ്മൾ മേലെ നിന്ന് താഴേക്ക് വരുന്നത്. ഇപ്പൊ താഴേക്ക് വരുന്ന ലൈം, നമ്മളെ ഈ ഫീൽഡിലുള്ള ലൈം എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും, കാൽസ്യം കാർബണേറ്റ് ആണ്. ദാറ്റ് ഈസ് ഡീകമ്പോസ്ഡ് ഇൻടു കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും, ഉടനെ നമുക്ക് കാണാം ഈ കാർബൺ ഡയോക്സൈഡ് അപ്പൊ തന്നെ താഴേക്ക് വരുന്ന കാർബണെ റിയാക്ട് ചെയ്തിട്ട് കോക്കോ റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ആവും. മനസ്സിലായില്ലേ? അത് മേലേക്കല്ല പോയിക്കൊണ്ടിരിക്കും. ഗ്യാസസ് ആർ റൈസിംഗ് അപ്പ് ആൻഡ് ദ സോളിഡ് പാർട്ടിക്കിൾസ് ആർ മൂവിംഗ് ഡൗൺ. ശ്രദ്ധിക്കാം, താഴെ നിന്ന് മേലോട്ട് ഈ പറഞ്ഞ ബ്ലാസ്റ്റും അതിൽ കൂടി കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് മേലോട്ട് യാത്ര ചെയ്യും. താഴെ കാര്യം വരുന്നത് ഈ പറഞ്ഞ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ. സോളിഡ് പാർട്ടിക്കിൾസ് മേലോട്ട് പോകാൻ പറ്റില്ല, കാരണം ഡെൻസിറ്റി കൂടിയോണ്ട് അത് താഴേക്ക് വരും, പൗഡേർഡ് ഫോമിലായിരിക്കും. Okay, so here at around 15 feet height, the calcium oxide react with the silica that is present as the impurity in the ore to form the slag. Just above that, at about 25 feet, you can see temperature is less. Here, calcium carbonate, ഈ temperature calcium carbonate soil decompose ചെയ്തു ഹോട്ടാണ് and into calcium oxide and carbon dioxide. Carbon dioxide ആണ് നിൽക്കാൻ പറ്റില്ല, കാരണം എന്താണ്, കാർബൺ താഴേക്ക് വരുന്നത് രണ്ടും റിയാക്ട് ചെയ്ത് അതും കാർബൺ മോണോക്സൈഡ് ആവും. ഇവിടെ കാർബൺ മോണോക്സൈഡ്, ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. മനസ്സിലായില്ലേ? കാർബൺ ഡയോക്സൈഡ് മേലോട്ട് പോകുമ്പോൾ തന്നെ താഴേക്ക് വരുന്ന കാർബൺ മീറ്റ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയി മാറും.
അപ്പോൾ ഇതൊക്കെയാണ് ഈ നടക്കുന്ന പ്രധാനപ്പെട്ട റിയാക്ഷൻസ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ഫ്ലക്സ് പ്ലസ് ഗാങ് പ്രൊഡ്യൂസസ് സ്ലാഗ് ആൻഡ് റിഡക്ഷൻ ഓഫ് അയൺ. ഇത് താഴേക്ക് വരുമ്പോഴേ അയണായി മാറിയിട്ടുണ്ട്. ഈ അയണ് കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ആവും. ആദ്യം പൗഡർ ഫോമിൽ ഉണ്ടാവുക, അത് മെൽറ്റ് ആയിട്ട് അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് താഴത്തെ ഈ പറഞ്ഞ ബ്ലാസ്റ്റ് ഫർണസിന്റെ താഴത്തെ ലെവലിൽ വന്നിട്ട് അതിങ്ങനെയാണ് സെറ്റിൽ ചെയ്യും. വെരി ലാർജ് ക്വാണ്ടിറ്റി. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാവും. അത് ഉരുകിയ അയൺ വലിയ, കാരണം നമുക്കറിയാം ഇറ്റ്സ് എ ഹ്യൂജ് കൺസ്ട്രക്ഷൻ. It large quantity of molten iron is there on the floor of the blast furnace. Just above is floating a molten layer of the slag, that is calcium silicate. Calcium silicate is the slag that is taken out from the top, and then molten iron also is taken out through the other hole. വേറൊരു പൈപ്പിൽ കൂടി അയണും കുറച്ച് മേലുള്ള സ്ലാഗും കൂടി പുറത്തേക്ക് എടുക്കും. മനസ്സിലായോ? ഇത്രയാണ് ഇതിൽ നടക്കുന്ന റിയാക്ഷൻ. ദാറ്റ് ഈസ് ഇൻ ദി ബ്ലാസ്റ്റ് ഫർണസ്. ഈ നടക്കുന്ന റിയാക്ഷൻ ഒക്കെ ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ്, കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഈ മൂന്നെണ്ണം കൂടി ഒറ്റ റിയാക്ഷൻ ആണ്. ആദ്യം Fe2O3, Fe3O4 ആവും, Fe3O4, FeO ആവും, FeO, FeO. ഓരോ കാർബൺ മോണോക്സൈഡ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. കാർബൺ മോണോക്സൈഡ് കാലത്തേക്ക് എന്തായി മാറും? കാർബൺ മോണോക്സൈഡ് കൺവേർട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. See, from the blast furnace, the gases that are coming out, എല്ലാം വഴി വരെ ഉണ്ടാവും. അതെന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഇതിലേക്ക് ഇങ്ങനെ ഫീഡ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, ഹോട്ട് എയർ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. A blast furnace works 24 hours per day, almost 365 days per year. ഒറ്റ സ്റ്റോപ്പ് ആക്കില്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് വർക്ക്. എപ്പോഴെങ്കിലും ഇതിന് മെയിൻ്റനൻസ് മാത്രമേ ഇത് സ്റ്റോപ്പ് ആക്കുകയുള്ളൂ. കാരണം ഇത് സ്റ്റോപ്പ് ആക്കി അതിന്റെ ടെമ്പറേച്ചർ ഇതാണ്, പിന്നെയും സീറോ അല്ല റൂം ടെമ്പറേച്ചർ ആവും അല്ലേ. അപ്പോഴേ ഇത് വീണ്ടും ഹീറ്റ് ആവുന്നത് ഒരുപാട് സമയം എടുക്കും, ഒരുപാട് നഷ്ടം വരും. അതുകൊണ്ട് തന്നെ ഇത് നിർത്തില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. The roasted ore is being added. Roasted ore of course mixed with a coke and lime. അതിന് മൊത്തത്തിൽ ആ ഫർണസിന്റെ ഫീഡ് എന്ന് പറയും. മേലെ ഇങ്ങനെ വീണോണ്ടിരിക്കും, താഴെ നിന്ന് ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും, അയൺ പുറത്തെടുത്തുകൊണ്ടിരിക്കും. ടൺസ് ആൻഡ് ടൺസ്. സംടൈംസ് നമുക്കറിയാം ഇതിന്റെ വലിപ്പം പലപ്പോഴും ഏകദേശമുള്ള വലിപ്പം, ഇതിനേക്കാൾ വലിപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. The largest blast furnace in the world. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലാസ്റ്റ് ഫർണസ് ഉള്ളത് സൗത്ത് കൊറിയയിലാണ്. അത് ഒരു വർഷം ഉണ്ടാക്കുന്നത് ഏകദേശം 5,60,000 ടൺസ് പെർ ഇയർ ആണ്. അത്രയും കൂടുതൽ അയൺ ഉണ്ടാക്കുന്നത്. വെരി ലാർജ് ക്വാണ്ടിറ്റി. മനസ്സിലായി? ഏകദേശം 5 ലക്ഷത്തി അന്നത്തെ ഒരു ദിവസം ഏകദേശം 10-15,000 ടൺ അയൺ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന്റെ വലിപ്പം ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ എത്രയോ വലിയതാണ്. വർക്കിംഗ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് and it is working throughout the year without any break ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കാൻ തണുപ്പിക്കുന്നില്ല, അത് എപ്പോഴും ഹോട്ട് കണ്ടീഷൻ ഇങ്ങനെ വർക്ക്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഇതിന്റെ സൈഡിൽ എന്താ സാധനം പറഞ്ഞാൽ ഫയർ ക്ലേ, അത് കുറച്ച് ചൂടുള്ളതുകൊണ്ട് ദ്രവിച്ചൊക്കെ പോയാൽ വീണ്ടും മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇതൊന്ന് ഷട്ട് ഓഫ് ചെയ്യുന്നത്. ഷട്ട് ഓഫ് ചെയ്തതിന് പിന്നെ പ്രവർത്തിക്കണമെങ്കിൽ എത്രയോ കാലം കഴിയണം. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദ ബ്ലാസ്റ്റ്. നമ്മൾ ആലോചിക്കണം, പറയുന്നേ ഉള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, അതിലെന്താണ് നടക്കുന്നത്, എന്താണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, എന്തൊക്കെ റിയാക്ഷൻ നടക്കുന്നു, അവസാനം ഉണ്ടാവുന്നത് എന്താണ്? അയൺ ആണ്. ഈ പുറത്തേക്ക് വരുന്ന അയൺ ഇസ് നോട്ട് പ്യുവർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ്, നമുക്കറിയാം അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ പിഗ് അയൺ എന്ന് പറയും. രണ്ടും ഏകദേശം ഒന്നിനാണ്, ചെറിയ വ്യത്യാസമുണ്ട്. പിഗ് അയൺ എന്ന് പറയും, അല്ലെങ്കിൽ കാസ്റ്റ് അയൺ എന്ന് പറയും. കാസ്റ്റ് അയൺ വാർപ്പിരുമ്പ് മലയാളത്തിൽ പറയും കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ പൈപ്പ് എന്നൊക്കെ കേട്ടില്ല. And it contains a large quantity of a carbon. അതായത് കാർബൺ നമ്മൾ കോക്ക് ഉപയോഗിച്ചിട്ട് കാർബൺ കുറേ ഉണ്ടാവും. ഏകദേശം ഒരു 2.5 മുതൽ ഒരു 4.55% വരെ കാർബൺ ഈസ് പ്രസന്റ് ഇൻ കാസ്റ്റ് അയൺ. നമുക്കറിയാം ഒരു സബ്സ്റ്റൻസിൽ ഇമ്പ്യൂരിറ്റി, ഇത് പറയുമ്പോൾ ഇമ്പ്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ ദാറ്റ് കോസസ് ദ എന്താണ് ഡിപ്രഷൻ ഓഫ്, നിങ്ങൾ പഠിച്ച ഡെറിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1536 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ദ കാസ്റ്റ് അയൺ മെൽറ്റ്സ് ഒരു പ്രത്യേക ടെമ്പറേച്ചറിലായിരിക്കില്ല. കാരണം എന്താണ്? അയണിന്റെ ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് പറയാം. അയൺ പ്യൂർ ആണെങ്കിൽ അതിന്റെ ഫ്രീസിംഗ് അല്ല മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 1536 ഡിഗ്രിയാണ്. പക്ഷേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അയണും അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 മുതൽ 5% വരെ എന്തുണ്ടാവും? കാർബൺ ഉണ്ടാവും. അപ്പൊ ഓരോ ടൈപ്പ് കാസ്റ്റ് അയണും ഓരോ ഫ്രീസിംഗ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഏകദേശം ഒരു 1150 മുതൽ ഏകദേശം 1250, 1300 ഡിഗ്രി വരെ വ്യത്യസ്ത ടെമ്പറേച്ചറിലാണ് കാസ്റ്റ് അയൺ വരുന്നത്.
കാരണം ഡിപ്പെൻഡിങ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ഇൻ ഇറ്റ്. പ്രധാന ഇമ്പ്യൂരിറ്റി കാർബൺ ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സിലിക്കൺ ഉണ്ടാവും, മാംഗനീസ് ഉണ്ടാവും, ഫോസ്ഫറസ് ഉണ്ടാവും, സൾഫർ ഉണ്ടാവും. ഇതൊക്കെ ഇമ്പ്യൂരിറ്റി. ഈ സൾഫറൊക്കെ ചിലപ്പോൾ കോക്കുന്ന വരുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കുറ്റെടുക്കുമ്പോൾ തന്നെ ഉണ്ടാവാം. ഫോസ്ഫറസ് കുറച്ചുണ്ടാവും, ഫോസ്ഫേറ്റ് ആയിട്ടൊക്കെ. മാംഗനീസ് കുറച്ചുണ്ടാവും, സിലിക്കൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ സ്ലാബൊക്കെ അത് നീക്കി കഴിഞ്ഞാലും കുറച്ച് ഇതെല്ലാം കൂടി ചേർന്ന് 2 മുതൽ 5% വരെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. ഇതില് കാസ്റ്റ് അയണിൽ. അപ്പൊ അതിന്റെ ഇമ്പ്യൂരിറ്റി പലതാണ്, പ്രൊപ്പോർഷൻ പലതാണ്. അതുകൊണ്ട് തന്നെ ഫ്രീസിംഗ് പോയിന്റ് റേഞ്ചിൽ നമുക്ക് പറയാനേ പറ്റും ഏകദേശം ഇത്ര. പ്യൂർ അയൺ ആണെങ്കിൽ എത്രയാണത്? വളരെ കൂടുതലാണ്. നമുക്കറിയാം 1536 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്യൂർ അയണിന്റെ ഫ്രീസിംഗ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1500 ഡിഗ്രി അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് ലിക്വിഡ് ഫോമിൽ ഉണ്ടാവുക കാസ്റ്റ് അയൺ. ഇപ്പൊ നമുക്ക് ടാപ്പ് വഴി പുറത്തേക്ക് ഒഴുകി വരും, പൈപ്പ് വഴി പുറത്തേക്ക് ഒഴുകി വരും മോൾട്ടൺ അയൺ. Of course, slag will be taken out from the top. Slag എപ്പോഴും ലൈറ്റ് ആയതുകൊണ്ട് ടോപ്പിൽ ഫ്ലോട്ട് ചെയ്യും, അത് വേറെ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കും. And this, of course, when coming out, the temperature will be lowered automatically, and it will solidify into a solid cast iron. Containing this much impurity. ഏകദേശം 2 മുതൽ 5% വരെ പല പ്രധാനപ്പെട്ട കാർബൺ ആണ്. പിന്നെ കുറച്ച് ഫോസ്ഫറസും മാംഗനീസും സൾഫറും സിലിക്കണും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. അതിന് ഡയറക്റ്റ് ആയിട്ട് പല ഉപയോഗിക്കുന്നുണ്ട് കാസ്റ്റ് അയൺ. നമുക്കറിയാം കാസ്റ്റ് അയൺ ഗ്രിൽസ്, കാസ്റ്റ് അയൺ ഗേറ്റ് എന്നൊക്കെ കേട്ടില്ലേ. കാസ്റ്റ് അയൺ പൈപ്പ്, നമ്മുടെ വാട്ടർ ഉണ്ടോ വലിയ പൈപ്പ് കാസ്റ്റ് അയൺ. അത് കാസ്റ്റ് ചെയ്യാൻ വാർപ്പിരുമ്പ് എന്നാ പറയാ മലയാളത്തിൽ. വാർപ്പ്, മനസ്സിലായില്ലേ? അത് ചൂടാകുമ്പോൾ കുറച്ച് ബ്രിട്ടിലാണ്. ഇരുമ്പിന്റെ സാധനം നമ്മളെ എന്താണ് വാർപ്പിന്റെ കമ്പി ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം വെറുതെ പൊട്ടിപ്പോകും. ദാറ്റ് ഈസ് ബ്രിട്ടിൽ, സോഫ്റ്റ്നെസ് ഇല്ല, മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെതായ വേറെ ആവശ്യങ്ങളുണ്ട്. ഫോർ കാസ്റ്റിംഗ്, ഇരുമ്പിന്റെ പ്രതിമ ഉണ്ടാക്കാം. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ വാർക്കുക. അല്ലെങ്കിൽ എന്താണ് കാസ്റ്റ് അയൺ പൈപ്സ്, കാസ്റ്റ് അയൺ ഗ്രിൽസ് കിട്ടോ, മറ്റേ എന്താണ് ഗേറ്റ്, ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കാസ്റ്റ് അയൺ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം കാസ്റ്റ് അയൺ ആവശ്യത്തിന്. പക്ഷെ അത് വളരെ കുറച്ചേ വേണ്ടു. നമുക്ക് ലോകത്തിൽ ഉണ്ടാക്കുന്ന കോടിക്കണക്കിനിട്ടുണ്ട് അയൺ കാസ്റ്റ് അയൺ അല്ല. അതിൽ നിന്നാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫാസ്റ്റിൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് കിട്ടുന്നത് മോസ്റ്റ് ഇമ്പ്യൂർ ഫോം ഓഫ് എ carbon, which is known as cast iron, which of course a part of which is used for some industrial purposes, but as a huge majority of this cast iron produced from the blast furnace is used for the manufacture of steel. അതിന് വേറെ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ വരെ എത്തിയാല് കാസ്റ്റ് അയൺ നമുക്ക് കിട്ടും. ബ്ലാസ്റ്റ് ഫർണസ് പുറത്തേക്ക് വരുന്നത് കാസ്റ്റ് അയൺ ആയിരിക്കും. ഇപ്പൊ ഈ റിയാക്ഷൻ പുറത്ത് ഈ മേലത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് സോൺ ഓഫ് റിഡക്ഷൻ എന്ന് പറയും. ഇവിടെ സോൺ ഓഫ് ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറയും. ഇവിടെ സോൺ ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട്. ചിലപ്പോൾ ടെസ്റ്റിൽ കാണും, പേടിക്കണ്ട. സോൺ ഓഫ് കമ്പസ്റ്റൻ അവിടെ നടക്കുന്ന, സോൺ ഓഫ് ഹീറ്റ് അബ്സോർപ്ഷൻ, സോൺ ഓഫ് റിഡക്ഷൻ ഏറ്റവും മേലെ റിഡക്ഷൻ നടക്കുക. റിഡക്ഷൻ നടത്തിയിട്ട് താഴെ മേലെ നിന്ന് അയൺ ഉണ്ടാവും. അത് ചിലപ്പം സോളിഡ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറിലൊക്കെ അയണ് എന്താണ് സോളിഡ് ആണ്. താഴെ വരുമ്പോൾ അത് മോൾട്ടൺ ആവും. അവസാനം താഴെ എത്തുമ്പോൾ മെൽറ്റ് ചെയ്തിട്ട് അവിടെ സെറ്റിൽ ചെയ്തിട്ടും അറ്റ് ദി ബോട്ടം ഓഫ് ദി ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ് നടക്കുന്ന കാര്യം. പ്രധാനമായിട്ട് ഒറ്റ വാക്ക് പറഞ്ഞാല് അയൺ ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു അയൺ ആൻഡ് as the GaN silica is converted into the slag calcium silicate. ഇത്രയും 2 കാര്യങ്ങളാണ് നടക്കുന്നുള്ളൂ. ബാക്കി അവിടെ നടക്കുന്ന പല റിയാക്ഷൻസ് ആണ്. അപ്പോഴേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ബ്ലാസ്റ്റ് ഫർണസ് നടക്കുന്ന കാര്യങ്ങൾ. ബ്ലാസ്റ്റ് ഫർണസ് പുറത്തേക്ക് വരുന്ന പിഗ് അയൺ ഉരുകി ഉറച്ചു കഴിഞ്ഞാല് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ some industrial uses. And a majority of the cast iron is going to the next stage, that is for the purification of, manufacture of steel. Steel എല്ലാം വേറെ അയൺ ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് റോട്ട് അയൺ. റോട്ട് അയൺ, മലയാളത്തിൽ പച്ച ഇരുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റോട്ട് അയൺ വളരെ സോഫ്റ്റ് ആണ്. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്. പ്യൂറസ്റ്റ് എന്ന കൂട്ടത്തിൽ അതിന് കുറച്ച് ഇമ്പ്യൂരിറ്റി ഉണ്ട്. 0.5% താഴെ ഇമ്പ്യൂരിറ്റി അതിനുണ്ട് റോട്ട് അയണിന്. പോയിന്റ് wrought iron is cast iron, wrought iron, steel. ഈ 3 ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട 3 രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്യൂർ ആയത് റോട്ട് അയൺ ആണ്. അതിനേക്കാളും കൂടുതൽ ഇമ്പ്യൂരിറ്റി ഉള്ളത് സ്റ്റീലിലാണ്. പക്ഷെ സ്റ്റീൽ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞോടാ അത് നമ്മൾ ചേർക്കുന്നതാണ്, ഡെലിബറേറ്റ് ആയിട്ട് ചേർക്കുന്നതാണ്. അങ്ങനെ ചേർത്താൽ അതിന്റെ പ്രോപ്പർട്ടി വരും. അതുകൊണ്ടാണ് മൂന്നാമത്തത് ഏറ്റവും ഇമ്പ്യൂർ ആയ ഫോമാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിൽ 2.5 മുതൽ മേലോട്ട് 5% വരെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ടും കാർബണും കുറച്ചൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളും. റോട്ട് അയണിന് ആകെ 0.5% താഴെ മാത്രമേ ഇമ്പ്യൂരിറ്റി ഉള്ളൂ. അത് പ്രധാനമായിട്ട് എന്താണ് കാർബണും കുറച്ചൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടാവും.